നമസ്തേ. വേദാന്ത ദർശനത്തിൻ്റെ തൊടുകുറിയായിട്ട് നിൽക്കുന്നത് ഉപനിഷത്തുക്കളാണ്. ഉപനിഷത്തുക്കളുടെ സ്ഥാനം വേദത്തിൻ്റെ ഉത്തമാംഗം എന്നുള്ള രീതിയിലുമാണ്. ചതുർവേദങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു നിരവധി അനവധി ഉപനിഷത്തുകൾ. കാലപ്രഭാവത്തിൽ കുറേയേറെ നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും ഒരുവനെ മോക്ഷപഥത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്താവശ്യമുണ്ടോ അതൊക്കെ ഇപ്പോഴും ലഭ്യമായ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഭാരതീയ ദർശനത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ചതുർവേദങ്ങൾ, ആ ചതുർവേദങ്ങൾ തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത് എന്ന 4 പിരിവുകൾ. അതിൽ തന്നെ ആത്മതത്വം സമുജ്വലമായിട്ട് പ്രതിപാദിക്കുന്ന ജ്ഞാനകാണ്ഡമാണ് ഉപനിഷത്ത്. ഉപനിഷത്തുകളിൽ മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാവാക്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ 4 മഹാവാക്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കരുതപ്പെടുന്നു. 4 വേദങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണത് വരുന്നത്. 4 മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ, അതായത് ഞാൻ പ്രജ്ഞാനമാകുന്നു. ഐതിരേയോപനിഷത്ത്, ഋഗ്വേദ അന്തർഗതമായ ഐതിരേയോപനിഷത്തിൻ്റെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. മറ്റൊന്ന് അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു. യജുർവേദാന്തർഗതമായ ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. സാമവേദത്തിൽ ഉൾപ്പെട്ട ഛാന്തോഗ്യത്തിൻ്റെ മഹാവാക്യമാണ് തത്വമസി, നീ ഈശ്വരനാകുന്നു എന്നുള്ളത്. അഥർവവേദ ശാഖയുടെ സംഭാവനയായ മാണ്ഡൂക്യോപനിഷത്തിലെ വരുന്നതാണ് അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് പരമാത്മാവ് തന്നെ, ബ്രഹ്മം തന്നെ. മഹാവാക്യങ്ങളുടെ പ്രത്യേകത ഉത്തമനായ ശിഷ്യനോട്, അധികാരിയായ ജിജ്ഞാസുവിനോട് അർഹതയുള്ളവനായ ഗുരു ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവനിലെ ബ്രഹ്മജ്ഞാനം ഉദയം ചെയ്യാനുള്ള, ബോധോദയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചാട്ടുള്ളി പോലെ ജിജ്ഞാസുവിൻ്റെ ഹൃദയ തലത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയാണ് ഈ 4 മഹാവാക്യങ്ങൾക്കും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മഹാവാക്യം കേൾക്കുക, അതിൻ്റെ അർത്ഥം മനനം ചെയ്യുക, അങ്ങനെ അതിൻ്റെ അർത്ഥതലത്തിൽ നിന്ന് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ ഈശ്വരനാണ് എന്ന് ഉള്ള അനുഭവത്തിലെത്തിച്ചേരുന്നു. ഈശ്വരനായി തീർന്ന ഗുരുക്കന്മാർ പറയുകയാണ് ജിജ്ഞാസുക്കളോട്, കുഞ്ഞെ നീ ഈശ്വരനാണ്, തത്വമസി. അപ്പോൾ ശിഷ്യനത് മനസ്സിലാക്കുന്നത് ഞാൻ ഈശ്വരനാകുന്നു. പിന്നീട് പറയുന്നു, ഈ കാണുന്നതൊക്കെ ഈശ്വരതത്വമാണ്. അനുനിമിഷം നിന്റെ ഉള്ളിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്ന, ബുദ്ധിയിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്ന പ്രജ്ഞയും ആത്മാവിൻ്റെ പ്രകടനം തന്നെ. ഈ മഹാവാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുവന് ശാന്തിയും സമാധാനവും ഒക്കെ കൈവരുത്താനുള്ള ഉത്തമ മാർഗമായിട്ടത് മാറുന്നു. വിചരിക്കുമ്പോൾ ചരണം, വിചാരണം,
ചരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക. വിചാരം എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ചരിക്കുക, നടക്കുക എന്നർത്ഥം. വലിയൊരു നിധി മുറ്റത്ത് കിടപ്പുണ്ട്. പൂർവ്വപിതാക്കന്മാരാരോ നിക്ഷേപിച്ചതാണത്. പക്ഷെ അദ്ദേഹം വിട്ടുപോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാനുള്ള അവസരം കിട്ടാതെ പോയതുകൊണ്ട് പിന്നീട് വന്ന തലമുറ ആ നിധിയെക്കുറിച്ച് അജ്ഞന്മാരായിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരം അവർ നടന്നു പോകുന്നത് അല്ലെ, എപ്പോഴൊക്കെയാണോ മുറ്റത്തിറങ്ങുന്നത് അത് ആ സമയങ്ങളിലൊക്കെ ഈ നിധികുംഭത്തിന്റെ മുകളിൽ കൂടിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. പക്ഷെ ആ നിധിയുടെ കാര്യം അറിയാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ദാരിദ്ര്യത്തിൽ കഴിയേണ്ടിയും വരുന്നു. അവന്റെ സ്വത്താണ്. എങ്ങനെയെങ്കിലും ഒരല്പം ഒന്ന് കുഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ആ ട്രഷർ എടുക്കാമായിരുന്നു. പക്ഷെ ഒരിക്കലും അത് സാധിക്കാതെ ഇയാളും വേണമെങ്കിൽ ദരിദ്രനായിട്ട് തന്നെ ജീവിച്ച് മരിക്കാം. ആത്മാവെന്ന അമൂല്യമായ നിധി ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടിട്ടും ആ വലിയ നിധികുംഭം എന്താണെന്ന് അറിയാതെ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ചുറ്റുമുള്ളത്. ഇവിടെയാണ് ഗുരുക്കന്മാരുടെ തിരുവാണികൾ ചെവിയിൽ എത്തപ്പെടേണ്ടത്. നീ പുണ്യവുമല്ല പാപവുമല്ല, എന്നാ പുണ്യം എന്ന പാപം. പിന്നെയോ പുണ്യാപുണ്യ വിവർജിതമായിട്ടുള്ള ഈശ്വരതത്വമാണ് നിന്റെ ഉള്ളിലിരുന്ന് സമുജ്വലമായിട്ട് പ്രകാശിക്കുന്നത്. അതിനെ അറിയണം, അതിനെ കേൾക്കണം, അതിനെ വിചാരം ചെയ്യണം. ദിവസവും ഉറക്കത്തിൽ നമ്മൾ ആത്മാവിനോട്, ഉള്ളിലുള്ള ആ ആനന്ദസ്വരൂപമായ പരമാത്മ ചൈതന്യത്തോട് ഏകീഭവിക്കുകയാണ്. പക്ഷെ തിരിച്ചറിയുന്നില്ല, വിവേകമില്ല, വിചാരമില്ല. ആ നിധികുംഭത്തിന്റെ സുഖസൗഭാഗ്യങ്ങൾ അറിയാതെ അനുഭവിക്കുന്നുണ്ട്. വിചാരണത്തിൽ കൂടി അതിനെക്കുറിച്ച് വേണ്ടതുപോലെ അവബോധമുണ്ടാവുന്ന ഒരവസ്ഥയെത്തിയാൽ ഉള്ളിലുള്ള അനന്തമായ നിധി കരഗതമായതുപോലെ ഉള്ള അവസ്ഥയിലെത്തിച്ചേരും. ഇതിന് വേറെ കാശുമുടക്കൊന്നുമില്ല, അല്പം മനസ്സ് വേണമെന്ന് മാത്രം. മനസ്സ് ഈശ്വരാഭിമുഖ്യമുള്ളതാക്കി ഒന്ന് തീർക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അങ്ങനെയായാൽ ഉള്ളിലുള്ള ഈ അമൂല്യനിധിയെ കണ്ടെത്താം. അതാരും അനുഭവിക്കാതെ അങ്ങനെ ഉള്ളിലിരിക്കുകയാണ്. അവിടെ ആരും പങ്കുപറ്റാനൊന്നുമില്ല, പങ്കാരും പറ്റുവാനില്ല. അവിടെ ഇതാ ഒരു ആനന്ദത്തിന്റെ പെരുമഴയാണ്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ മനസ്സിനെ, ബുദ്ധിയെ, ഹൃദയത്തെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ച് ആ പുതുമാങ്കനിയായിട്ടുള്ള പുത്തമൃതേ കുളമേ മധുവേ മധുരക്കനിയേ രസമേ എന്നുള്ള ആ രസമായിരിക്കുന്ന ആത്മതത്വത്തെ ഒന്ന് അറിയാൻ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ, അങ്ങോട്ടൊന്ന് മുഖം തിരിക്കാനുള്ള ശേഷിയുണ്ടായാൽ ഈ അമൂല്യമായ ആത്മതത്വത്തെ അനുഭവിക്കാൻ സാധിക്കും. അതിന് നമ്മളെ ഈ മഹാവാക്യങ്ങൾ സഹായിക്കുകയാണ്. ഗുരുക്കന്മാര് കണ്ടെത്തിയ ഈ ആത്മതത്വത്തിന്റെ ഭാവാവിഷ്കാരം മഹാവാക്യങ്ങളിൽ കൂടി തരുമ്പോൾ ആ മഹാവാക്യങ്ങൾ വേണ്ടതുപോലെ കേൾക്കുവാനുള്ള ഗുരു അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗുരു തന്നെ ഏതെങ്കിലും വടിവിൽ, അല്ലെ ഈശ്വരൻ തന്നെ ഗുരുവായിട്ടോ ഏതെങ്കിലും തരത്തിലോ നമ്മളുടെ മുമ്പിൽ വന്ന് ഈ മഹാവാക്യത്തിന്റെ തത്വം ഉപദേശിച്ചു തരും. ഇവിടെ ഇത് അത്യന്താധുനികനായ മഹർഷി
ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ കൂടി ഈ മഹാവാക്യങ്ങളുടെ രഹസ്യം വിപാടനം ചെയ്തു തരികയാണ്. 4 മഹാവാക്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് 5-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത്. ഭവ്യമായ മനസ്സോടുകൂടി ഗുരുവിൻ്റെ മനോജ്ഞമായ രൂപം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുകാരുണ്യം എന്നിലേക്ക് ഒഴുകണമേ എന്ന് ഗുരുവിനോട് നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാവാക്യത്തിൻ്റെ അന്തസത്ത ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗുരുകാരുണ്യമുണ്ടാവട്ടെ. നന്ദി.